ജയൻ പോത്തങ്കോടിൻ്റെ വെയിൽ മരത്തിലെ പറവകൾ. കവി, പ്രഭാഷകൻ, സംഘാടകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ ജയൻ പോത്തങ്കോട് തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ വെയിൽ മരത്തിലെ പറവകൾ വഴി മലയാള കവിതയുടെ ലോകത്ത് ഒരു മൃദുല സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ദീർഘകാലം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ച കവി 2002 മുതൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് സർക്കാർ സേവനത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ വിശ്രമ ജീവിതത്തിലായിരുന്നിട്ടും കവിതയെന്ന ആന്തരിക സംഗീതം അദ്ദേഹത്തെ ഇപ്പോഴും പൂർണ്ണമായി ചുറ്റി നിൽക്കുന്നു. കവിയുടെ ജീവിതപാത മുഴുവൻ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാഠമായിരുന്നു. വൈലൂപ്പള്ളി സംസ്കൃതി ഭവൻ, കുമാരനാശാൻ ചരമ ശതാബ്ദി പുരസ്കാരം, അക്ഷരശ്രീ പുരസ്കാരം, നിറവ്, സോൾലൈറ്റ്, ഭാരത് സേവക് സമാജം എന്നിവയുടെ ബഹുമതികൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ജീവിതത്തെ മിനുക്കിയിരിക്കുന്നു. വെയിൽ മരത്തിലെ പറവകൾ കവിയുടെ ആദ്യ പ്രസിദ്ധീകരിത കൃതിയാണെങ്കിലും അതിൽ പ്രതിഫലിക്കുന്നത് വർഷങ്ങളുടെ ആന്തരിക അനുഭവങ്ങളുടെ ജീവിത നിരീക്ഷണങ്ങളുടെയും പക്വതയാണ്. പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീ സുധാകരൻ ചന്തവിള. ആശംസ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. ആശീർവാദം പ്രൊഫസർ വട്ടപ്പറമ്പിൽ ഗോപിനാഥൻ. അനുയാത്ര രജി ചന്ദ്രശേഖരൻ എന്നിവരുടേതാണ്. ഡോക്ടർ ഉഷാറാണി, പുലിപ്പാറ ബിജു, സിദ്ദിഖ് സുബേർ, അനിൽ ആർ മധു, ഷൈജു എസ് കണിയാപുരം തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ സൃഷ്ടിപരമായ സുഹൃത്തുക്കളുടെ കൃതി പരിചയവും ഈ സമാഹാരത്തെ സമ്പുഷ്ടമാക്കുന്നു. പുസ്തകത്തിന്റെ പേര് തന്നെ വായനക്കാരനെ കൗതുകമുണർത്തുന്നു. വെയിൽ മരത്തിലെ പറവകൾ വെയിലിന്റെയും വേദനയുടെയും നടുവിൽ പ്രതീക്ഷയുടെ പാട്ടുപാടുന്ന മനുഷ്യാത്മാവിന്റെ പ്രതീകം. വെയിൽമരം ജീവിതത്തിലെ ചൂടിനെയും കഠിനതയെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ കൊമ്പുകളിൽ പാടുന്ന പറവകൾ പ്രതീക്ഷയുടെ ശബ്ദമാണ്. കവിയുടെ മൗനത്തിൽ നിന്നാണ് ഈ പേര് പിറന്നത്. ആന്തരികമായ സൃഷ്ടിയുടെ ഉറവിടം തന്നെയാണ് ആ മൗനം. എൻ്റെ പെണ്ണിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് വെയിൽ മരത്തിലെ പറവകൾ എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 41 കവിതകൾ ഉൾക്കൊള്ളുന്ന ഈ കവിതാ സമാഹാരത്തിൻ്റെ ആദ്യ കവിതയാണ് മണിപത്മം. വിഘ്നങ്ങളെ അകറ്റി കരുത്ത് നൽകണമെന്ന പ്രാർത്ഥനയോടെ ഹനുമാനെ സ്തുതിക്കുന്ന ഈ കവിതയിൽ ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങൾ ചേർന്ന സംഗീത അഭിരമണമാണ് കാണുന്നത്. ഹനുമാൻ സ്തുതിയായ പീയൂഷധാര എന്ന കവിതയോടെയാണ് ഈ കവിതാ സമാഹാരം ആത്മീയതയുടെ ചുറ്റളവിൽ കാവ്യയാത്ര അവസാനിക്കുന്നു. ബുദ്ധന്റെ ചിന്തയിൽ എന്ത് എന്ന രണ്ടാമത്തെ കവിതയിൽ ബുദ്ധധർമ്മത്തിന്റെ ദാർശനികതയിലൂടെ കവി സമൂഹബോധത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നു. എൻ്റെ പെണ്ണ് പുറമേ ഭാര്യയെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ തോന്നിച്ചാൽ ആഴത്തിൽ വായിച്ചാൽ കവിത തന്നെയാണ് കവിയുടെ ആത്മസഹചാരിയെന്ന് ആ കവിതയിൽ കുറിച്ചിരിക്കുന്നതെന്നും മനസ്സിലാകും. തളർന്നാലും വീണാലും കവിത തന്നെയാണ് കൈപിടിച്ച് കവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരുണാലയ കാറ്റ് അഗതികൾക്ക് അഭയമായി മാറുന്ന മനുഷ്യ കാരുണ്യത്തിൻ്റെ കവിതയാണ്. ജാതി മതങ്ങളില്ലാതെ അമ്മ വീടാകുന്ന കരുണാലയം. മകനോ മകളോ വരുമെന്ന പ്രതീക്ഷയിൽ വഴിക്കണ്ണുമായിരിക്കുന്നവർക്കുള്ള ഉറ്റബന്ധുവായ കരുണാലയമെന്ന ഹൃദയസ്പർശിയായ കവിത. പുത്തനോണം പുതിയ കാലത്ത് നിന്ന് പഴയകാല ഓർമ്മയുടെ മധുരതയും ഇന്നത്തെ പൊള്ളത്തരവും തമ്മിലുള്ള ഭേദം അനാവരണം ചെയ്യുന്നു. അവൾ, കൂട്ട്, ഉറവിടം, അതിഥി, വീട് തുടങ്ങിയ കവിതയിലൂടെ തൻ്റെ ജീവിതത്തിലെ ആഴത്തിലൂടെയുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്വാധീനത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. ഞാൻ വരുവോളം എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന വീടാണ് എൻ്റെ സ്വർഗം എന്ന വരികൾ ശ്രദ്ധേയമാണ്. എൻ്റെ ഭാഷയെന്നാൽ കവിത മാതൃഭാഷയോടുള്ള, എന്നാൽ കവിത കവിയുടെ അമിതമായ സ്നേഹവും ആത്മബന്ധവും പ്രകടമാക്കുന്ന കവിതയാണ് സുരക്ഷാരഥം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ പരിശീലന വാഹനത്തെ ആസ്പദമാക്കി രചിച്ച സാങ്കേതിക ജീവിതത്തിന്റെ സാഹിത്യചിത്രം. മൻഹോളിൽ അകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കുന്നതിനായി
മരണപ്പെട്ട കോഴിക്കോട് ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഓർമ്മിപ്പിക്കുന്ന വരികൾ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ച തൊഴിലാളിയെ ഓർക്കുന്ന നൗഷാദ് മനുഷ്യ സ്നേഹത്തിന്റെ ദൃഢസാക്ഷ്യമാണ്. നോവോണം, ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിതത്തിനായി പോരാടുന്ന മനുഷ്യന്റെ പ്രതിഭാസം. ഭാഷാ പണ്ഡിതനായ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ സപ്തതി ആഘോഷത്തോടനുബന്ധിച്ച് എഴുതിയ അർച്ചനാ പുഷ്പങ്ങളാണ് സ്നേഹപ്രവാഹം എന്ന കവിത. സഹപ്രവർത്തകനായ മാഹിന്റെ വിരമിക്കൽ ചടങ്ങിനോടനുബന്ധിച്ചെഴുതിയ കവിതയാണ് മാഹിതം. ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എഴുതിയ സ്മൃതിപദവും ശ്രദ്ധേയമാണ്. കവിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ബഹുമാനത്തിനും പ്രതീകങ്ങളായ സ്നേഹപ്രവാഹം, മാഹിതം, സ്മൃതിപദം, വിനീതം തുടങ്ങിയ കവിതകൾ സൗഹൃദത്തിന്റെയും സ്നേഹഭാവത്തിന്റെയും സ്നിഗ്ധത പകരുന്നു. ബുദ്ധാലയ വിളക്കുകൾ ഗ്രാമത്തിന്റെ വിശുദ്ധതയും സാംസ്കാരിക പാരമ്പര്യവും ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റയാൻ, ഉറ്റവർ, വാക്കുടവാൾ എന്നീ കവിതകൾ കാവ്യ നൈപുണ്യത്തിന്റെ ഉന്നതയെ തെളിയിക്കുന്നു. വാക്കിന്റെയും അധ്യാപകത്വത്തിന്റെയും മഹിമ, അധ്യാപക ജീവിതത്തിന്റെ ആത്മാവിനെയാണ് കവി വാക്കുടവാൾ എന്ന കവിതയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. കവിയുടെ വരികൾ അതിന്റെ മഹത്വം അനാവരണം ചെയ്യുന്നു. വാക്കിൻ വിശപ്പിൽ വിയർക്കുന്നവർക്കായി വാക്കായി വാക്കുകൾ വാരിക്കൊടുക്കുവോൻ, വിസ്മയ വാക്കുകൾ വായിക്കുന്ന വാഗഗ്നി, വാരിധി വാഗർത്ഥ വൈഭവ വല്ലഭൻ. ഈ വരികൾ വാക്കിന്റെ മഹത്വത്തെയും അധ്യാപകന്റെ ആത്മനിഷ്ഠയെയും മഹിമപ്പെടുത്തുന്നു. അവസാന കവിതയുമായ പീയൂഷധാര ഹനുമാൻ സ്വാമിയോടുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ സമാഹാരം സമാപിക്കുന്നു. കവിയുടെ വരികളിൽ ആ പ്രാർത്ഥനയുടെ സംഗീതം മുഴങ്ങുന്നു. മായകത്തെ ചന്തമേറുന്ന വാക്കുകൾ പൂക്കുന്ന ചിന്ത തന്നിൽ ചുരിയേണി. ജീവിതത്തിന്റെ മായാവലയത്തിനുള്ളിൽ നിന്നും ചിന്തയുടെ പുഷ്പങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന ഈ വരികൾ കവിയുടെ ആത്മാവിന്റെ മൗന പ്രാർത്ഥനയായി വായനക്കാരന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നു. വേൽമരത്തിലെ പറവകൾ വായനക്കാരനെ ജീവിതത്തിന്റെ കാഠിന്യങ്ങളിൽ നിന്നും പ്രതീക്ഷയുടെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാവ്യയാത്രയാണ്. വെയിലും വേദനയുടെ നടുവിലും പാടുപെടുന്ന പറവ പോലെ ജയൻ പോത്തങ്കോട് തൻ്റെ വാക്കുകളിലൂടെ ജീവിതത്തിന്റെ ഉഷ്ണതയിൽ പ്രതീക്ഷയുടെ ശീതളത പകരുന്നു. മനോഹരമായ ഈ കവിതാ സമാഹാരത്തിലൂടെ വായനക്കാരെ ബഹുദൂരം സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.